ഈ ജാബ്രി പരിപാടികൾ തന്നെയാണ് ഈ എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവിലൊക്കെ ചില കമിതാക്കൾ ചെന്നിരുന്ന് ചെയ്യുന്നത്. പക്ഷെ അവരൊരു കുടയുടെ മറവെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മറൈൻ ഡ്രൈവിലൂടെയൊക്കെ ചില സമയത്ത് പോകുമ്പോഴത്തേ ഒരുപാട് കുടകൾ കൂൺ മുളച്ച പോലെ ഇരിക്കുന്നതാണ്. ഈ കുടകളൊക്കെ ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ല, അതിൻ്റെ അടിയിൽ ചില ജാബ്രി പരിപാടികളാണ് നടക്കുന്നത്. അവർക്ക് ഒരു മര്യാദയുണ്ട്, ആരും കാണരുത്, കുടയുടെ മറവില്ലെങ്കിലും ഇത് ചെയ്യണമെന്ന്. പക്ഷേ 10, 60, 100 എത്രയോ അവർ പറയുന്ന എണ്ണം ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഇവരുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? പ്രിയമുള്ളവരെ, നമസ്കാരം. കേരള കോളിംഗ് എന്ന കേരളം കാണാനുള്ള എൻ്റെ യാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പൂവാർ ഭാഗങ്ങളിലാണ് ഉള്ളത് എന്നെല്ലാവർക്കും അറിയാം. കേരളം കാണുന്നതിനിടെ, കേരളത്തെ അറിയുന്നതിനിടെ TV കാണാൻ അല്പം സമയം കിട്ടിയപ്പോൾ ഇപ്പോൾ സജീവമായി ഏഷ്യാനെറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമായ ബിഗ് ബോസ് കാണാനിടയായി. ബിഗ് ബോസ് കാണാനിടയായി എന്നത് മാത്രമല്ല, കഴിഞ്ഞ സീസണിലും ഇപ്പോഴും ബിഗ് ബോസിൽ പരിഗണിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്ന നിലയിലും ബിഗ് ബോസിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുതൽ വളരെ സീരിയസ് ആയിട്ടാണ് കാണാൻ തുടങ്ങിയത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളത് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യവും എന്നെ പരിഗണിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ പുറത്തായി, ഇപ്പോഴും പുറത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പുറത്തു വെച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും കേരള കോളിങ്ങിൻ്റെ പ്രേക്ഷകരായ എൻ്റെ കുറച്ച് പേർ ശരിക്കും കേരളത്തെക്കുറിച്ച് അറിയാനും കേരള യാത്ര കാണാനുമാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നും തോന്നുന്നു. എങ്കിലും ഇന്നും സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടും ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾ, കാണാൻ കഴിയുന്ന ദിവസങ്ങൾ, എനിക്ക് പറയാൻ മെറ്റീരിയൽ ഉണ്ടാകുന്ന ദിവസങ്ങൾ ഞാനത് കൃത്യമായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നീണ്ട ഒരു ഇൻട്രൊഡക്ഷന് ശേഷം ഞാൻ ബിഗ് ബോസ് സീസൺ 5 കുറിച്ച്, സീസൺ 6 കുറിച്ച് പറയുകയാണ്. ഈ സീസണിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ചിലർ പുറത്തായി, ചിലർ ഇപ്പോഴും ഉണ്ട്. പുതിയ ചില ആളുകൾ 6 പേർ ഇന്നലെ ഭാഗത്താകുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഇപ്പോൾ നിറം കൊടുത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 6 നിറം കൊടുത്തിരിക്കുന്ന ഒരു കോംബോയെക്കുറിച്ചാണ് പറയാനുള്ളത്. ജാബ്രി എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ജാസ്മിനും ഗബ്രിയും എന്ന 2 പേരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോരുത്തരെയും കുറിച്ചും കൃത്യവും വ്യക്തവുമായിട്ട് പറയാൻ എനിക്കുണ്ട്. അപ്പോൾ അതിൽ ജാസ്മിനെ കുറിച്ച് ആദ്യം പറയാം. ജാസ്മിൻ ആദ്യ ദിവസങ്ങളിലൊന്നും എനിക്ക് വലിയ കൃത്യമായിട്ട് അവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു തുടങ്ങിയ സമയം മുതൽ ഈ ജാബ്രി എന്ന് പറയുന്ന കോംബോയിലൂടെയാണ് ഞാൻ കാണുന്നത്. ഗബ്രി എന്ന് പറയുന്ന അയാളുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക, അയാളുടെ കയ്യിൽ പിടിക്കാതെ ഇരിക്കാൻ പറ്റാതിരിക്കുക, ഇത് 2 പേരും മാറി ഒരു സൈഡിലിരിക്കുക എന്നുള്ള തരത്തിലാണ് കണ്ടു തുടങ്ങിയത്. പോകെ ആ ഇരിക്കലിന് സ്ഥലം മാറുകയും സമയം മാറുകയും ഒളിവ് വരികയും മയക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ശരിക്കും ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറയാം, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നായകനും നായികയും കൂടെ നടന്നു പോകുമ്പോൾ കൂട്ടിമുട്ടുന്നു, പെട്ടെന്ന് ബുക്ക് താഴെ വീഴുന്നു, കുനിഞ്ഞത് എടുക്കുന്നു, നിവരുമ്പോഴത്തേക്ക് അവർ പ്രണയമാവുന്നു. സിനിമയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്ര ഫാസ്റ്റായിട്ട് ജീവിതത്തിൽ ആർക്കെങ്കിലും പ്രണയത്തിലോ ഇഷ്ടത്തിലോ പെടാൻ കഴിയുമോ? ഒരു സംശയം. ചിലപ്പോൾ ഒരു പക്ഷേ അവർ ബിഗ് ബോസിന് മുമ്പ് പുറത്ത് സൗഹൃദത്തിലുണ്ടായിരുന്നവരായിരിക്കാം, അതറിയില്ല. ഇവിടെ അത് തുറന്നു പറയാതെ ഇവിടെ വെച്ചാണ് കണ്ടത് എന്നുള്ള തരത്തിൽ അവർ ഇഷ്ടം കൂടുകയായിരിക്കാം, അറിയില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കിടപ്പ് മുറിയുണ്ട്, അടുക്കളയുണ്ട്, സ്വീകരണ മുറിയുണ്ട്, കുളിമുറിയുണ്ട്, പല മുറികളുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. ഇത് നമ്മൾ കുളിമുറിയിൽ ചെയ്യേണ്ട കാര്യം അടുക്കളയിൽ ചെയ്യാറില്ല, അടുക്കളയിൽ ചെയ്യുന്ന കാര്യം കിടപ്പുമുറിയിൽ ചെയ്യാറില്ല, കിടപ്പുമുറിയിൽ ചെയ്യുന്ന കാര്യം സ്വീകരണ മുറിയിൽ ചെയ്യാറില്ല. അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ സ്ഥലങ്ങളും വച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇടങ്ങളിൽ തന്നെ ചെയ്ത് ശീലിക്കണമെന്നുള്ളതും ചെയ്യണമെന്നുള്ളതും നമ്മൾ കൊച്ചിലെ മുതൽ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് എല്ലാവരും അത് അനുവർത്തിച്ചു പോവുക തന്നെയാണ് സാധാരണ സമൂഹത്തിൽ നടന്നു വരുന്നത്. പക്ഷേ ചിലരങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, എല്ലാ മാതാപിതാക്കളും മക്കൾ വളർന്നു കഴിയുമ്പോൾ ആണായാലും പെണ്ണായാലും അവർ വിവാഹം കഴിപ്പിച്ചയക്കും. വിവാഹം കഴിപ്പിച്ചയക്കുന്നത് എന്തിനാണ്? തലമുറ ഉണ്ടാക്കാനും
പ്രത്യുൽപാദന കർമ്മങ്ങളിലേക്ക് കടക്കാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അവർ രാത്രിയിൽ മുറിയിലേക്ക് കയറി കഥ അടയ്ക്കുന്നത് ഭാഗവത പാരായണം ചെയ്യാനല്ല, പ്രത്യുൽപാദന കർമ്മങ്ങളിൽ ഏർപ്പെടാനാണെന്ന് എല്ലാ അച്ഛനും അമ്മയ്ക്കും അറിയാം. കാരണം അവരത് ചെയ്തതിൻ്റെ ഫലമാണല്ലോ ഇപ്പോൾ ഇവർ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതിന് എന്നാൽ പിന്നെ എല്ലാവർക്കും അറിയാമെന്നാണല്ലോ, എങ്കിൽ പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് ഇതങ്ങ് ആവാം എന്ന് സാധാരണ മക്കൾ വിചാരിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇമേജ് കോൺഷ്യസ് ഒന്നുമില്ല, എനിക്ക് പിന്നെ ആളുകളെന്ത് പറയും എന്നുള്ള ചിന്തയൊന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി ഈ ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീ പറയുമ്പോൾ അവരെ 22-24 വയസ്സിൽ ചൊവ്വയിൽ നിന്ന് കെട്ടി താഴോട്ടൊന്നും ഇറക്കിയതല്ലല്ലോ. മിനിമം ആരോ ജനിപ്പിച്ച്, ആരോ ഭക്ഷണം കൊടുത്ത്, ആരോ വസ്ത്രം ധരിപ്പിച്ച് ആക്കിയെടുത്തതല്ലേ ഈ രൂപത്തിലേക്ക്. ഈ രൂപത്തിലാകുന്നത് വരെ അവർക്ക് ആരോ ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. അപ്പം മിനിമം അവരോടെങ്കിലും ഇവർക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവരാരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നെ വളർത്തിയ ആരുമല്ല, എനിക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, എനിക്ക് സമൂഹം എന്നെ ഒന്നും ചെയ്തില്ല, മാങ്ങാ തേങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഘോര ഓരോരുത്തർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ജനിച്ചു വളർന്ന വീട്, ജനിപ്പിച്ച മാതാപിതാക്കൾ, അത് കഴിഞ്ഞ് ഒപ്പം കളിച്ച കളിക്കൂട്ടുകാർ, പഠിപ്പിച്ച അധ്യാപകർ, നടന്നു തീർത്ത ഇടവഴികൾ, ആദ്യത്തെ സൈക്കിൾ ചവിട്ടിയ ചെമ്മൺ പാതകൾ, കളിച്ചും കുളിച്ചും വളർന്ന കുളങ്ങൾ, കൊയ്ത് കഴിഞ്ഞിട്ടുള്ള നെൽപ്പാടങ്ങൾ, കളിച്ചത് അവിടെയൊക്കെയാണ്. അങ്ങനെ കളിച്ചു വളർന്ന സ്ഥലങ്ങളും കണ്ടു വളർന്ന കാഴ്ചകളും ഒക്കെ തന്നെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നും കടം തീർക്കാൻ നമ്മൾ ജീവിച്ച് മരിച്ചാലും നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ആ കണക്കുകൾ തീർക്കാൻ നമുക്ക് ജീവിതാവസാനം വരെ കഴിയുകയുമില്ല. പക്ഷേ ചില വിവരദോഷികൾ, അറിവില്ലാത്തവർ വിളിച്ചു പോവാറുണ്ട്, എനിക്കതൊന്നും ഇല്ല, നാടെനിക്കൊന്നും ചെയ്തില്ല, നാട്ടുകാർക്കും എനിക്കൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും തിരിച്ചു ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ. ഞാനാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും, എൻ്റെ ശരീരമാണ്, എൻ്റെ കംഫർട്ടാണ് വലുത്. മാങ്ങയാണ്, തേങ്ങയാണ്, ഒരു പിണ്ണാക്കുമല്ല. ഇവരറിയുന്നില്ല, ഇവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇവരെ രൂപപ്പെടുത്തിയതിൽ, ഇവരുടെ ചിന്തകൾ വളർത്തിയതിനും ഇവരെ ഭാവനകൾ ഉണ്ടാക്കിയതിലും ഒക്കെ നാടും നാട്ടുകാരും ചുറ്റുപാടുകളും വഹിച്ച പങ്ക് ചെറുതല്ല. അതാർക്കും നിഷേധിക്കാനും ആവില്ല, ആ കടങ്ങൾ തീർക്കാനും ആവില്ല. അപ്പോൾ വലിയ ധാർഷ്ട്യത്തോടു കൂടി ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇമേജ് കോൺഷ്യസ് ഒന്നുമല്ല, ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഒന്നാക്കിൽ കുരുപൊട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർത്താൽ കൊള്ളാം. പിന്നെ ഒരു കാര്യം, ഈ ജാബ്രി പരിപാടികൾ തന്നെയാണ് ഈ എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവിലൊക്കെ ചില കമിതാക്കൾ ചെന്നിരുന്ന് ചെയ്യുന്നത്. പക്ഷെ അവരൊരു കൊടയുടെ മറവെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മറൈൻ ഡ്രൈവിലൂടെയൊക്കെ ചില സമയത്ത് പോകുമ്പോഴത്തേ ഒരുപാട് കൊടകൾ കൂൺ മുളച്ച പോലെ ഇരിക്കുന്നതാണ്. ഈ കൊടകളൊക്കെ ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ല, അതിൻ്റെ അടിയിൽ ചില ജാബ്രി പരിപാടികളാണ് നടക്കുന്നത്. അവർക്ക് ഒരു മര്യാദയുണ്ട്, ആരും കാണരുത്, കൊടയുടെ മറവില്ലെങ്കിലും ഇത് ചെയ്യണമെന്ന്. പക്ഷേ 10, 60, 100 എത്രയോ അവർ പറയുന്ന എണ്ണം ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്യാനൊരു മടിയും ഇല്ലാത്ത ഇവരുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? ഇവരുടെ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇത് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനല്ലേ ഇവരുടെയൊക്കെ പ്രവൃത്തി സമൂഹം കൊണ്ട് കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെ ആരെയും ചൊവ്വയിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ കെട്ടി താഴോട്ട് ഇറക്കിയതല്ല 22-24 വയസ്സിൽ. നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഈ സമൂഹത്തോടും നാടിനോടും നാട്ടുകാരോടും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജനിപ്പിച്ചവരോടെങ്കിലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ മാന്യതയും സഭ്യതയും ഒക്കെ പല കാര്യങ്ങളിലും ആവാം എന്ന് എനിക്കൊരഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഒരു TV പരിപാടി എന്ന നിലയിൽ ബിഗ് ബോസ് കാണുന്നവർ കാണട്ടെ, കാണാത്തവർ കാണാതിരിക്കട്ടെ. പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൊണ്ടാടുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ട് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ചർച്ച ചെയ്യപ്പെടും ബിഗ് ബോസിലെ മത്സരാർത്ഥികളെക്കുറിച്ച് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണുമെന്നുള്ള ബോധം മനസ്സിൽ വെച്ച് എല്ലാവരും പെരുമാറുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ ഇനിയും എനിക്ക് പറയാനുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ പറയും.